കോൺട്രവേഴ്സി വന്നായിരുന്നു. ശ്രീനാദേവി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ താങ്കൾ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി എന്നാണ്. അതിനൊരു വസ്തുതയില്ല. അതുവെച്ചാൽ യഥാർത്ഥത്തിൽ പുരുഷ വിരുദ്ധതയാണ് ആ പെൺകുട്ടി പറഞ്ഞത്. എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചതാണ് പത്രസമ്മേളനം നടത്തിയിട്ട്. പക്ഷെ ഞാൻ ഒരു പത്രക്കാരില്ല അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ വിരുദ്ധതയെ ഞാൻ പറഞ്ഞില്ല. കാര്യം ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കുന്നത്തൂരാണ് സ്വന്തം വീട്. ഇവിടെ വോട്ടില്ല. പക്ഷേ ഇവിടെ വാടകയ്ക്ക് താമസിച്ച് വോട്ട് ചേർത്ത് ഇവിടെ കൊണ്ടുവന്ന് പാർട്ടി തന്നെ മത്സരിപ്പിച്ച് പാർട്ടി തന്നെ വിജയിപ്പിച്ച് പാർട്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പാർട്ടിയുടെ വേറുന്ന സ്ഥാനങ്ങളിലെല്ലാം മണ്ഡലം കമ്മിറ്റി മെമ്പർ AIVF പാർട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്നിട്ട് അവസാനം പാർട്ടിയെ തള്ളിപ്പറഞ്ഞു പോയി. വ്യക്തിപരമായി ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടി തന്നെയാണ്. ഒരു കാരണവശാലും ഞാനൊരു സ്ത്രീ വിരുദ്ധത എവിടെയും പറയുന്നതാണല്ല. സ്ത്രീകളെ ഏറ്റവും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളാണെന്നാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടുമില്ല. കർഷക തൊഴിലാളി ബോർഡ് ചെയർമാനായിരുന്നു. നമ്മുടെ നാട്ടിൽ കേരളം പോലെ സംസ്ഥാനത്ത് കർഷകരുടെ ക്ഷേമത്തിന് അടൂര് പോലെയുള്ള സ്ഥലത്ത് കർഷകരുടെ ക്ഷേമത്തിന് ഈ കർഷക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവര് ഇപ്പൊ കർഷക തൊഴിലാളി ഇല്ല. പക്ഷെ പണ്ടുണ്ടായിരുന്നു. ഞാനും കർഷക തൊഴിലാളിയായിരുന്നു. കുടുംബത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ രംഗത്ത് വളരെയേറെ ഇഷ്ടം തോന്നിയിട്ടാണ് ഞാൻ കർഷക തൊഴിലാളി ക്ഷേമം കൂടി ചേർന്നാൽ പാർട്ടി എന്നെ നിയോഗിച്ചത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലാണ്. കർഷക തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യം കൊടുക്കുന്നതായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും ഒപ്പം തന്നെ അവിടുത്തെ ജീവനക്കാർക്ക് അവർക്ക് ആനുകൂല്യമില്ലായിരുന്നു. ആ ആനുകൂല്യം നേടിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ വലിയ ഒരു നേട്ടം ആ രംഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ശബരിമല എപ്പോഴും നന്ദി കേട്ടോ. 2019 നന്ദിന്ന് 2021 നന്ദി. അതുപോലെ ഇപ്പം സ്വർണ്ണത്തുള്ളയാണെങ്കിലും അങ്ങനെ പല വിവാദങ്ങളുണ്ട്. ആ ഒരു ഇത് പന്തളം എന്നൊരു സ്ഥലം ഉൾപ്പെടുന്ന അടൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടോ? പന്തളത്ത് അങ്ങനെ ഇമ്പാക്റ്റ് ഇല്ല. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട ആദ്യം ഉണ്ടാകുന്നത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. അതിന് സുപ്രീം കോടതി ആ വിധി നടപ്പാക്കുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമാണ്. കോടതി നടപ്പാക്കുക എന്നുള്ളത്. അത് നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളതല്ലാതെ ഗവൺമെൻറ് പ്രത്യേക താല്പര്യമെടുത്ത് നിർബന്ധപൂർവ്വം കയറ്റിയേ പറ്റൂ, ശബരിമല സ്ത്രീകളെ പ്രവേശിപ്പിച്ചേ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. കോടതി എന്ത് പറഞ്ഞു അത് നടപ്പാക്കാൻ പരിശ്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിഷേധം ഉണ്ടായപ്പോൾ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. അതിനപ്പുറത്തേക്കൊന്നുമില്ല. എന്നാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിശേഷങ്ങളിൽ ഗവൺമെൻറ്റിനോ യാതൊരു പങ്കില്ല. അതിൽ കുറ്റക്കാരായിട്ടുള്ളവരെല്ലാം പോലീസ് SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് കുറച്ച് പേർക്ക് ഇപ്പോൾ ജാമ്യം കിട്ടി. ആ അന്വേഷണം ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അന്വേഷണത്തിൽ കുറ്റക്കാരായിട്ടുള്ള ആരാണോ അവർ ശിക്ഷിക്കപ്പെടും. എന്നാൽ അത് പന്തളവുമായി ബന്ധപ്പെട്ട് ഒരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പറയാം, ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ അവിടുത്തെ ആ വാർഡിൽ ജയിച്ചത് ഇടതുപക്ഷമാണ്. BJP തിരിച്ചു വിളിച്ചു. ഈ കുളനട ക്ഷേത്രം, കുളനട പഞ്ചായത്ത്, ആ കുളനട പഞ്ചായത്തിലാണ് ഈ കൈപ്പുഴ ക്ഷേത്രം. അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് BJP ആണ്. ആ പഞ്ചായത്തിലാണ് പന്തളത്തെ അയ്യപ്പൻ ആദ്യം വളർന്നതും കൊട്ടാരവും കുളം കുളിച്ചപ്പോൾ ഞാൻ അവിടെ പോയിട്ടുള്ള ആളാണ്. അവിടെ പണ്ട് കമ്മ്യൂണിസ്റ്റ് ഒളിവിട്ടിരുന്ന കൊട്ടാരമാണ്. അവിടെ ആ കുളനട പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ. പന്തളം തിരുവാഭരണം ഇരിക്കുന്നത് പന്തളം നഗരസഭ ഇരിക്കുന്ന ആ കൊട്ടാരത്തിലാണ്. 2 കൊട്ടാരം അപ്പുറത്തിപ്പുറത്ത്. ആ പന്തളം നഗരസഭ ഭരിച്ചത് BJP ആയിരുന്നു. ഇപ്പോൾ അവിടെ ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. അപ്പം ശബരിമല ഇമ്പാക്റ്റ് ഉണ്ടായെങ്കിൽ ഇത് വരുവാൻ പറ്റത്തില്ല. അപ്പം അവരുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഇടയിൽ സുപ്രീം കോടതിയിൽ ആദ്യത്തെ VS-ന്റെ സമയത്താണെങ്കിലും പിണറായി ഗവൺമെന്റ് ഇതിലായിരുന്നു അഫിഡവിറ്റ് സ്ത്രീ പ്രവേശനം അനുകൂലിച്ചായിരുന്നു. പക്ഷെ പുതിയ അഫിഡവിറ്റില് സർക്കാർ ഒരു 2 സ്റ്റെപ്പ് പിന്നോട്ട്. അതായത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസ പ്രമാണങ്ങൾക്ക് കോട്ടം തട്ടരുത് എന്നുള്ളതാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചത്. ഓരോരുത്തരുടെ വിശ്വാസം. ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ അതാണ്. ആ ഉറപ്പ് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ പ്രിയാമ്പിൾ, അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി, മതനിരപേക്ഷത, ഇതെല്ലാം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഭരണഘടന പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഒരാളുടെ മതവിശ്വാസത്തെ ഗുണപ്പെടുത്താനോ താഴ്ത്താനോ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ്
ആ അഫിഡവിറ്റ് അങ്ങനെ എന്താണ് മതവിശ്വാസത്തിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിശ്വാസങ്ങൾക്ക് എതിരായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് പോരുതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ വനിതകൾക്ക് പ്രവേശിക്കണമെന്ന് ആദ്യം പരാതി കൊടുക്കുന്ന BJPയുടെ വനിതകളാണ് കൊടുക്കുന്നത്. ഈ ആദ്യം RSS ഇതിനെ അംഗീകരിച്ചിരുന്നു. അവരുടെ പത്രം ഇതിനെ അംഗീകരിച്ച് അനുകൂലമായി വാർത്ത എഴുതി. അവരുടെ BJPയുടെ ഏക MLA രാജഗോപാൽ, അന്ന് നിയമസഭ ഞാനുണ്ട്, അതിനെ അനുകൂലിച്ച് ലേഖനം എഴുതി സ്ത്രീ പ്രവേശനം ഏറ്റവും ഉചിതമാണ് എന്നുള്ളത്. അവരുടെ നേതാവായിരുന്ന സുരേന്ദ്രൻ അതിന് അനുകൂലമായിട്ട് എഴുതി. പക്ഷെ പിന്നീട് പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഒരു പ്രതിഷേധ യാത്ര ആരംഭിച്ചപ്പോഴാണ് ഇവരെല്ലാം നേരെ തിരിഞ്ഞത്. യഥാർത്ഥത്തിൽ സ്ത്രീകൾ ശബരിമലയിൽ കയറുന്നുണ്ട് മറ്റു ദോഷവും ഉണ്ടാകത്തില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് വ്യക്തിപരമായി ഞാൻ. പക്ഷേ വിശ്വാസ പ്രമാണം അനുസരിച്ച് അത് തെറ്റാണെങ്കിൽ അതിനെ നമ്മൾ മാനിക്കണം. ഇപ്പോൾ സ്ത്രീകൾ പോകുന്ന സ്ത്രീകളുടെ ക്ഷേത്രമില്ലേ, സ്ത്രീകൾ തന്നെ പൂജാരിയുടെ ക്ഷേത്രമുണ്ട്. ഇപ്പം മണ്ടക്കാട് സ്ത്രീകൾ പോകുന്ന ക്ഷേത്രമില്ലേ, ഈ പൊങ്കാല ഇടുന്ന തിരുവനന്തപുരത്തെ ക്ഷേത്രമില്ലേ, ഇതെല്ലാം സ്ത്രീകളും ദൈവം എല്ലാം ഒരുപോലല്ലേ. ഒരു തുത്തിൻ ഷോയിൽ പറഞ്ഞ താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനല്ലായിരുന്നു, ഒരു കലാകാരനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കലയാണ്. ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിൽ ക്ലബ് ഉണ്ടായിരുന്നു, ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്. അതിലൂടെയാണ് ഞാൻ വളർന്നത്. ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എൻ്റെ പിതാവൊക്കെ തുടങ്ങി വെച്ചതാണ്. അതിലൂടെയാണ് ചിത്രം വരയ്ക്കാൻ പഠിച്ചു, മത്സരങ്ങളിൽ പങ്കെടുത്തു, പാട്ട് പാടാൻ, അഭിനയിക്കാൻ, നാടകത്തിൽ അഭിനയിക്കാൻ, നാടകം ഒരു സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പം ഞാൻ കുറേ ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി കലാകാരന്മാരുടെ ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് ഫിലിമിൽ ധാരാളം അഭിനയിച്ചു, സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ നാടൻ പാട്ട് പാടും. അതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ്. ഇപ്പോഴും ഞാൻ സമയം കണ്ടെത്താറുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ റിലാക്സ് ചെയ്യുന്നതിലൂടെയാണ്. കാര്യം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എപ്പോഴും നമുക്ക് പ്രഷർ ഉണ്ടാകുന്ന ഒന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം. റിലാക്സ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ആർട്ടിസ്റ്റ് പൊളിറ്റിക്കൽ? തീർച്ചയായിട്ടും അത് ശരിക്കും പൊളിറ്റിക്സിൻ്റെ എന്താണ് കലയാണ്. രാഷ്ട്രീയം തന്നെ ഒരു കലയാണ്. അതായത് ഒരു രാഷ്ട്രീയക്കാരൻ എല്ലാവരെയും ഒരുപോലെ അവരവരുടെ സ്വഭാവത്തിനനുസരിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. ഇപ്പോൾ എന്നെ കാണാൻ ആയിരക്കണക്കിന് ആൾ വരുന്നുണ്ട് ഡെയിലി. പല സ്വഭാവക്കാരാണ്. ആ പല സ്വഭാവക്കാരായിട്ടുള്ള ആളുകൾ പല ആവശ്യങ്ങളായിട്ട് വരുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്തി വിടുക എന്നുള്ളത് ഒരു രാഷ്ട്രീയക്കാരൻ പരിശീലിക്കേണ്ട ഒന്നാണ്. അതൊരു കലയാണ്. ആ കലയില്ലാത്തവർക്ക് രാഷ്ട്രീയത്തെ ചോദിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അവർക്ക് ശത്രുക്കൾ കൂടുതലുണ്ടാകും. മോള് വന്നിട്ട് കാര്യം പറഞ്ഞു ഞാൻ ആദ്യമേ അഗർസ്റ്റായിട്ട് പറഞ്ഞാൽ മോൾ ഇഷ്ടപ്പെടും ഇല്ല. അതേസമയം ഞാൻ നോക്കാം, ശ്രമിക്കാം, ഇതിൻ്റെ വിഷമം എന്താ പരിഹരിക്കട്ടെ, അതിനുവേണ്ടി നോക്കാൻ ശ്രമിക്കാതെ പറയുക മാത്രമല്ല അതിനുവേണ്ടി പരിശ്രമിക്കുക കൂടി ചെയ്യണം. എൻ്റെ അടുത്ത് വരുന്നവർക്കെല്ലാം ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം ഒരു കലയാണ്. ഞാൻ അവിടെ ഇരുന്നപ്പം കണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ഒരു പിക്ചർ. അത് മമ്മൂട്ടിക്ക് 71 വയസ്സായപ്പോൾ ആദരിക്കാനായിട്ട് ഞാൻ എറണാകുളത്ത് പോയിരുന്നു. അപ്പം എടുത്തിട്ടുള്ളത് അത് ഇനിയിപ്പം മോഹൻലാലിൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ മോഹൻലാലിൻ്റെ കാണാൻ പോയിരുന്നു. അത്ര ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് പക്ഷേ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ സിനിമ എനിക്ക് വലിയൊരു ഇഷ്ടമാണ്. സിനിമ കാണുക മാത്രമല്ല സിനിമയിൽ അഭിനയിക്കണമെന്നില്ല ആഗ്രഹമായിരുന്നു. ഞാൻ ഏറ്റവും സിനിമ കണ്ട വൈഫ് എറണാകുളത്ത് ഹൈക്കോടതി എഴുതിയ സമയത്ത് ഞാനൊരു നമ്മുടെ പഞ്ചായത്ത് ദിവസം ഉണ്ടാകും. ഞാനിപ്പോൾ രാവിലെ സാറ്റർഡേ രാത്രിയാണ് പോകും, സൺഡേ അവരോടൊപ്പം കഴിയും. മൺഡേ രാവിലെ വൈഫിനെ ഹൈക്കോടതി വിട്ടിട്ട് ഞാൻ നേരെ അവിടെ കണ്ടെത്തിയപ്പെട്ടു. രാവിലത്തെ 2 ഷോ അത് കഴിഞ്ഞ് വേറെ തിയേറ്റർ കണ്ടെന്ന് കാണും. രാത്രി കാണും 6 സിനിമ കാണും. രാത്രി 12:30 ഒരു KSRTC ബസ് നേരെ ട്രിവാൻഡ്രം, അതിൽ കൊട്ടാരക്കര നടക്കും. വെളുപ്പിൽ 5:30 കിട്ടും. ഇപ്പം പക്ഷേ സമയം കിട്ടുന്നില്ല സിനിമ കാണാൻ. ഇപ്പം ഞാൻ MLA ആയതിനു ശേഷം അങ്ങനെ സമയം കിട്ടാറില്ല. വല്ലപ്പോഴും ഒരു സിനിമ കാണുമ്പോൾ പിന്നെ അല്ലാതെ കാണുന്നത് ടി വിയിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൊക്കെ ഇപ്പോൾ കാണും. ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണും. അതുകൊണ്ട് എന്താ പ്രശ്നം, പുതിയ സിനിമാ താരങ്ങളെ ഒന്നും എനിക്കിപ്പോൾ അറിയത്തില്ല. അടൂരിലെ ജനങ്ങൾ ഏറ്റവും നല്ല ജനങ്ങളാണ്, നന്മയുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ നമ്മളെ ഏത് സ്ഥാപനം എടുക്കുന്നു ഒന്നും ഇവിടെ ഉള്ളവരല്ല, എല്ലാം വെളിയിലുള്ളവരാണ്. എല്ലാവരെയും സ്വീകരിക്കാൻ മനസ്സുള്ളവരാണ് അടൂരിലെ ജനത.
അതുകൊണ്ട് ആ നന്മയുള്ള ഒരു ജനതയാണ് അടൂര്. അവരോട് തീർച്ചയായിട്ടും നല്ല കടപ്പാടും നന്ദിയും എനിക്കുണ്ട്.